എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂൾ ആരംഭിക്കുകയാണ്. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഈ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ 2ാം അധ്യായമായ ജീവജലം എന്നുള്ള അധ്യായമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പുതിയ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 5ാം ക്ലാസ് സയൻസിലെ ബേസിക് സയൻസിലെ അധ്യായം 2 രണ്ടാമത്തെ അധ്യായമായ ജീവജലം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത്. ജീവജലം, ഇവിടെ നമുക്ക് കുറേ പത്രക്കട്ടിങ്ങുകളുണ്ട്. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി, വരൾച്ച, നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങി, തടയണ നാടിന് സമർപ്പിച്ചു ജനങ്ങൾ ആഹ്ലാദത്തിൽ, കുടിവെള്ളത്തിനായി നെട്ടോട്ടം, വെള്ളപ്പൊക്കം, മരണസംഖ്യ ഉയരുന്നു, മലിനീകരണം, പുഴയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി, പുഴകളിലെ മണൽവാരൽ, കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു, പഠനം, വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് അമിത വില ഈടാക്കുന്നതായി പരാതി. ഒരുപാട് പത്രക്കട്ടിങ്ങുകളാണ്, ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കട്ടിങ്ങുകളാണ് അത്. ഇനി നാം എന്തിനെല്ലാം ജലം ഉപയോഗിക്കുന്നു? കുടിക്കാനും, ആഹാരം പാകം ചെയ്യാൻ, കൃഷി ചെയ്യാൻ, പാത്രങ്ങൾ കഴുകാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താണ് ജലമാണ് ഉപയോഗിക്കുന്നത്. അത് പിന്നെ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ സാഹചര്യങ്ങൾ എന്തിനൊക്കെ ജലം ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇനി ജലത്തിൻ്റെ സവിശേഷതകളും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഒരു കോളത്തിൽ തന്നിട്ടുള്ളത്. ജലത്തിൻ്റെ സവിശേഷതകളും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ജലത്തിൻ്റെ സവിശേഷത നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പാനീയങ്ങളിൽ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഉപയോഗിക്കുന്നു. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള സവിശേഷത നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് പാനീയങ്ങളിൽ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കാനും. ജലം ഒഴുകുന്നു എന്നുള്ള ജലത്തിൻ്റെ സവിശേഷത നമ്മൾ പൈപ്പിലൂടെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. അതേപോലെ താപം വഹിക്കാൻ കഴിയുന്നു എന്നുള്ള ജലത്തിൻ്റെ സവിശേഷത നമ്മൾ പാചകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു എന്നുള്ള ജലത്തിൻ്റെ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്യും? വിവിധ ആകൃതികളിലുള്ള പാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ആവി ഉപയോഗിച്ച് നമ്മൾ പുട്ടുണ്ടാക്കാൻ കഴിയുന്നു. അത് എന്താണ്? ജലത്തിൻ്റെ വാതകാവസ്ഥയെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അത്രയേ ഉള്ളൂ. അലിയുന്നവയും അലിയാത്തവയും എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ 2 പരീക്ഷണം തന്നിക്കാണ്. ഒരു വെള്ള ഗ്ലാസ് എടുത്തിട്ട് ഒന്നിൽ പഞ്ചസാരയും ഒന്നിൽ മണലും ഇട്ടാനാണ്. അപ്പോൾ പഞ്ചസാര അലിഞ്ഞു പോവും, മണൽ അലിഞ്ഞു പോവില്ല എന്നുള്ള ഒരു ചെറിയ ഒരു ഉദാഹരണ സഹിതം അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി ലീനം, ലായനി, ലായകം. നമ്മൾ LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. കാരണം 5ാം ക്ലാസ് ആകുമ്പോൾ LGS ലെവലിലൊക്കെ തീർച്ചയായിട്ടും വരാവുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി? സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലീനത്തിന് സൊല്യൂട്ട് എന്ന് പറയും, ലായകത്തിന് സോൾവെൻറ്റ് എന്ന് പറയും, ലായനിക്കാണെങ്കിൽ സൊല്യൂഷൻ എന്നും പറയും. ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടും. ആ പഞ്ചസാരയാണ് ലീനം എന്ന് പറയുന്നത്. കാരണം അത് വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ പറയുന്നത്? ലീനം എന്ന് പറയുന്നത്. ഇനി ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത്? ലായകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്? ഈ പഞ്ചസാര ലയിക്കുന്നത് ഏതിലാണ്? ജലത്തിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. അപ്പോൾ ലീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ലയിക്കുന്ന വസ്തുവാണ് ലീനം. ലായകം എന്ന് പറഞ്ഞാൽ ഏതിലാണോ ലയിക്കുന്നത് അതാണ് ലായകം. ഇനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. വെള്ളത്തിൽ നാരങ്ങയും പഞ്ചസാരയും ലീനമാകുന്ന നാരങ്ങയും അതുപോലെ പഞ്ചസാരയും ലായകമാകുന്ന വെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എന്ന നാരങ്ങ വെള്ളം എന്ന ലായനി. അപ്പോൾ ലീനം, ലായകം, ലായനി മൂന്നും നിങ്ങൾ
നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇനി അതിൻ്റെ ഉദാഹരണം ഇവിടെ പറയുകയാണെങ്കിൽ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്ന അതാണ് ലായനി എന്ന് പറഞ്ഞു. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. നമ്മൾ ആ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം തന്നെ എടുക്കാം. അപ്പോൾ അതിലെ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയും നാരങ്ങയുമാണ്. ലായകം എന്ന് പറയുന്നത് എന്താണ്? പഞ്ചസാരയും നാരങ്ങയും ലയിക്കുന്ന ലായകമാണ് എന്ത്? ജലം. അപ്പോൾ ജലമാണ് ലായകം. ഇനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്ത്? ലായനി. ആ ലായനിയാണ് എന്ത്? നാരങ്ങ വെള്ളം. അപ്പോൾ ഈ കാര്യങ്ങൾ ലീനം, ലായനം, ലായകം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കുക. LGS ലെവല് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്തായാലും നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. LDCക്കാർക്ക് സാധ്യത കുറവാണ്, പക്ഷേ പറയാൻ കഴിയില്ല ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരും എന്നുള്ളത്. നിസ്സാരമാണ് എന്ന് പറഞ്ഞ ഒന്നിനെയും നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഇനി നമ്മളത് കോളം വരച്ചങ്ങാണ്ട് ലീനം, ലായനി, ലായകം എന്നുള്ളവ തരംതിരിക്കാനാണ്. ലായനി തന്നിട്ട് അതിൽ നിന്ന് ലീനവും ലായകവും തരംതിരിക്കാനാണ്. പഞ്ചസാരത്തെ വെള്ളത്തിൽ ലീനം ഏതാണ്? ലീനം നമ്മൾ പറഞ്ഞതാണ്. ലയിക്കുന്നത് എന്താണോ, ലയിക്കുന്ന വസ്തുവാണ് എന്ത്? ലീനം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാരയാണ് പഞ്ചസാര വെള്ളത്തിലെ ലീനം. ലായകം ജലമാണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലാണെങ്കിൽ ലീനം ഉപ്പാണ്, ലായകം ജലം തന്നെയാണ്. സോഡ വെള്ളത്തിലാണെങ്കിലോ ലീനം കാർബൺ ഡൈ ഓക്സൈഡാണ്, ലായകം ജലമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലാണെങ്കിലോ പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് ലീനം, ലായകം എന്താണ്? ജലം തന്നെയാണ്. തുരിശ് ലായനിയിൽ തുരിശാണ് ലീനം, ലായകം ജലം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലീനം, ലായകം, ലായനി എന്നുള്ള ആ കൺസെപ്റ്റ് ഈ ഒരു കോളം കൂടി പറഞ്ഞതുകൂടെ പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജലമാണ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ ടേബിൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്ന ഒരു ലായകമാണെന്ത്? ജലം. അതുകൊണ്ട് ജലത്തിനെ നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ സോൾവെൻറ്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയും. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ജലമാണ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. അതിൻ്റെ കാരണം എന്താണ്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ജലത്തിന് കഴിയും. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകമാണെന്ത്? ജലം. അതുകൊണ്ടാണ് അതിനെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ജലവിധാനം. ജലം വിധാനം പാലിക്കുന്നു. ജലം വിധാനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ജലം ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കും. അതാണ് ജലവിധാനം എന്ന് പറയുന്നത്. അതിനിവിടെ ഒരു പരീക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ ജലം വിധാനം പാലിക്കുന്നു എന്നുള്ള പോയിന്റ് മാത്രം ഉപയോഗിച്ച് നോക്കുക. അതായത് ജലം വിധാനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ജലം താഴുകയും ഉയരുകയും ചെയ്യും. അതാണ് ജലം വിധാനം പാലിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. മുങ്ങുന്നവയും പൊങ്ങുന്നവയും. മരക്കഷ്ണം വെള്ളത്തിലിട്ട് പരീക്ഷണങ്ങൾ ചെയ്യുകയാണ് മുബഷിറ. മരക്കഷ്ണം എന്താണ്? പൊങ്ങിക്കിടക്കും. എല്ലാ വസ്തുക്കളും ഇതുപോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ എന്ന് നമ്മളോട് ചോദിക്കുക. ഇവിടെയൊക്കെ പരീക്ഷണമാണ്. ഇനി പൊങ്ങിക്കിടക്കുന്ന സന്ദർഭങ്ങളിൽ വാഴത്തണ്ട് കിടന്ന് നീന്താൻ പഠിക്കും. അതുപോലെ ചങ്ങാടത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സന്ദർഭങ്ങളാണ്. ഇനി എങ്ങനെ അളക്കാം എന്നുള്ളതാണ്. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ നമ്മൾ വാങ്ങാറില്ലേ? ഇത് തൂക്കിയാണോ അളന്നാണോ വാങ്ങുന്നത്? സ്വാഭാവികമായിട്ടും മണ്ണെണ്ണ അളന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇവിടെ ഏത് യൂണിറ്റാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകമാണ് എന്ത്? യൂണിറ്റാണ് ലിറ്റർ. ദ്രാവകങ്ങൾ അളക്കുന്ന യൂണിറ്റാണ് എന്ത്? ലിറ്റർ. അവിടെ നമുക്ക് കിലോഗ്രാം അല്ല. കിലോഗ്രാം ഏതിൻ്റെ യൂണിറ്റാണ്? മാസിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ദ്രാവകം അളക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഏകകം ഏതാണ്? ലിറ്ററാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉദാഹരണമാണ് 1/2 ലിറ്റർ 1 ലിറ്റർ എന്ന് പറഞ്ഞ് പാത്രം കാണിച്ചിട്ടുള്ളത്. ഇനി ഭൂമി എത്ര ജലസമ്പന്നം? ഭൂമി നമുക്കറിയാം. ഇനി അത് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ നമുക്ക് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയെ നീല നിറത്തിലായി കാണുന്നതിനുള്ള കാരണം എന്താണ്? ഭൂമി മുഴുവൻ ജലസമൃദ്ധമാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഭൂമിയുടെ 96.5% എന്താണ്? സമുദ്രജലമാണ്. ശുദ്ധജലം ആകെ 3.5% മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ
അപ്പോൾ ഭൂമിയുടെ 96.5% സമുദ്രജലവും വെറും 3.5% മാത്രമാണ് നമുക്ക് ശുദ്ധജലം ഉള്ളത് ഭൂമിയിൽ. അപ്പോൾ ഭൂമിൻ്റെ 96.5% എന്താണ്? സമുദ്രജലമാണ്. വെറും 3.5% മാത്രമേ നമുക്ക് ശുദ്ധജലം ഉള്ളൂ. സമുദ്രത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ എന്താണ്? സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കിണർ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉള്ള ജലത്തിനായി ആശ്രയിക്കുന്നത്. ജലമലിനീകരണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ജലമലിനീകരണത്തിന് പുഴകളിൽ വാഹനം കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാകും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത് ജലമലിനീകരണത്തിന് കാരണമാണ്. മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, അതുപോലെ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജലം മലിനീകരണമാകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ബേസിക് കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് ചിലപ്പോൾ പരീക്ഷ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും എന്താണ്? മലിനീകരണത്തിന് കാരണമാകും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത്, മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യം കലരുന്നത്, അതുപോലെ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം കലരുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത്, ഇവയൊക്കെ എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ്. ഇനി മഴയുണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളത് ഇതും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എങ്കിലും ഒന്നുകൂടി നമുക്കൊന്ന് പഠിക്കാം എന്ന് മാത്രം. അപ്പോൾ ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് എന്താവും? നീരാവിയായി അന്തരീക്ഷത്തിലെത്തും. നീരാവി തണുത്തത് മേഘമാകും. മേഘം തണുത്താണ് മഴയായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് എന്തുകൊണ്ടാവും? നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തും. ഈ നീരാവി എന്താവും? തണുത്ത് കണ്ട് മേഘമാവും. ഈ മേഘം തണുത്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്. നമുക്കിവിടെ അതിൻ്റെ ഉദാഹരണം കാണിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ചാക്രിക പ്രവർത്തനമാണ് നമ്മൾ ജലപരിവൃത്തി എന്നറിയപ്പെടുന്നത്. ഈ ജലത്തിൻ്റെ ഒരു ചാക്രിക പ്രവർത്തനം, അതായത് ഭൂമിയിലെ ജലസ്രോതസ്സുകളിൽ നിന്നൊക്കെ ജലം ബാഷ്പീകരണം വഴി എന്ത് ചെയ്യും? മേഘം തണുത്ത് മഴയായി വീണ്ടും ഭൂമിയിൽ ജലസ്രോതസ്സുകൾ നിറക്കും. വീണ്ടും അത് തിരിച്ച് അതുപോലെ തന്നെ സംഭവിക്കും. ഈ ഒരു ചാക്രിക പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലപരിവൃത്തി എന്ന് പറയുന്നത്. ബാഷ്പീകരണം, സാന്ദ്രീകരണം. ബാഷ്പീകരണം വഴി അത് മേഘമാകും, സാന്ദ്രീകരണം വഴി മഴയാകും. അപ്പോൾ തിരിച്ച് ഈ റൊട്ടേഷൻ ഇങ്ങനെ നടക്കും. ഈ റൊട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലപരിവൃത്തി എന്ന് പറയുന്നത്. മുമ്പെന്നോ നീ കുളിച്ച വെള്ളമാണ് ഇന്ന് നീ കുടിക്കുന്നത് എന്ന് മേഘം പറയുന്നതായിട്ട് പറയണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, ആ ചാക്രിക പ്രക്രിയ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ബാഷ്പീകരണവും സാന്ദ്രീകരണവും. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അപ്പോൾ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ജലപരിവൃത്തി, ആ ചാക്രിക പ്രക്രിയക്ക് ഉദാഹരണമാണ് ബാഷ്പീകരണവും സാന്ദ്രീകരണവും മഴ ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ബാഷ്പീകരണവും സാന്ദ്രീകരണവും. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്നും പറയുന്നത്. ഇനി ജലസംരക്ഷണ മാർഗങ്ങളാണ്. നമുക്ക് ജലം സംരക്ഷിക്കാൻ എന്തൊക്കെ വഴികൾ സ്വീകരിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒന്ന് മഴക്കുഴി, അതുപോലെ കയ്യാല നിർമ്മാണം, തട്ടുകളാക്കി ചെരിഞ്ഞ ഭൂമി, അതുപോലെ തടമെടുക്കൽ.
നമുക്ക് എങ്ങനെയൊക്കെ മഴവെള്ളം സംരക്ഷിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. മഴക്കുഴി നിർമ്മാണത്തിലൂടെ ജലസംരക്ഷണം നടത്താം, കയ്യാല നിർമ്മിച്ചുകൊണ്ട്, അതുപോലെ തട്ടുകളാക്കി ചെരിഞ്ഞ ഭൂമി തട്ടുകളാക്കി കൊണ്ടുള്ള സംരക്ഷണം നടക്കാം. അതേപോലെ നമ്മളെ തെങ്ങ് അങ്ങനെ പോലുള്ളതിനൊക്കെ തടമെടുത്തുകൊണ്ടും നമുക്ക് ജലസംരക്ഷണം നടത്താം. പിന്നെ മഴവെള്ള സംഭരണിയുണ്ട്, മഴവെള്ള സംഭരണിയിലൂടെ നമുക്ക് ജലസംരക്ഷണം നടത്താം. അതുപോലെ മഴവെള്ളം കിണറിലേക്ക് റീചാർജ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് റീചാർജ് സിസ്റ്റത്തിലൂടെ നമുക്ക് മഴവെള്ളം സംരക്ഷിക്കാം. അതുപോലെ സിൽപോളിൻ സീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ജലസംഭരണികൾ ഉണ്ടാക്കി നമുക്ക് ജലം സംരക്ഷിക്കാം. മഴവെള്ള സംഭരണി, സിൽപോളിൻ ജലസംഭരണികൾ, കിണർ റീചാർജിങ് തുടങ്ങിയ പുതിയ സംഭരണ രീതികളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറേ മഴവെള്ളം സംരക്ഷിക്കാനുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി വെള്ളം തന്നെ അധികമായാൽ വെള്ളം വിനയാകുമ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളം വിനയാകുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ ഒരു ഡയറി ഉണ്ട്, ഡയറി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വെള്ളം കയറിയതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ വെള്ളം വിനയാകുന്ന സന്ദർഭങ്ങളാണ് വെള്ളപ്പൊക്കം, അതുപോലെ ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകരൽ, മഴക്കാല രോഗങ്ങൾ. അപ്പം നമുക്ക് മഴ അധികമായാലും അല്ലെങ്കിൽ വെള്ളം അധികമാവുന്ന സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന്. വെള്ളപ്പൊക്കം ഉണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും, മരങ്ങൾ കടപുഴകി വീഴും, കടൽക്ഷോഭം ഉണ്ടാവും, കൃഷിനാശം ഉണ്ടാകും, മണ്ണൊലിപ്പ് ഉണ്ടാവും, മണ്ണിടിച്ചിലുണ്ടാവും, പിന്നെ വീടുകൾ കെട്ടിടങ്ങളൊക്കെ തകരും, മഴക്കാല രോഗങ്ങളും പിടിപെടും. അപ്പോൾ മഴക്കാല സമയത്തുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി അതിൻ്റെ പുഴ കലിതുള്ളുന്നു, മുങ്ങി മരണം വീണ്ടും എന്നുള്ളതൊക്കെ അതിന് ഉദാഹരണങ്ങൾ പറയുകയാണ്. താഴെയുള്ള ഫോട്ടോകളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ഇതിന് രക്ഷപ്പെടാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പ്രളയം നമുക്കുണ്ടായതാണല്ലോ, വെള്ളപ്പൊക്കം, അതിൻ്റെ ഫോട്ടോസാണ്, വെള്ളപ്പൊക്കത്തിൻ്റെ ഫോട്ടോസ്, അതുപോലെ ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, ഇതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് തന്നിട്ടുള്ളത്. ഇനി പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ എന്ത് ചെയ്യാം, പിന്നെ നിയന്ത്രണ മാർഗങ്ങളും ഒക്കെ ഇവിടെ നമ്മളോട് പട്ടികപ്പെടുത്താനാണ്. നമ്മൾ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മുങ്ങിമരണം, കടലാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി സേവന സന്നദ്ധതയോടെ എന്നുള്ള കോളത്തിൽ പറയുന്നത്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, നമ്മൾ അനുഭവിച്ച കാര്യമാണ്. പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ്. മത്സ്യത്തൊഴിലാളികളും അതുപോലുള്ള ആളുകളൊക്കെ സ്വന്തം ജീവൻ പണയപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയത്. സന്നദ്ധ സേവകരായ അത്തരം ആളുകളെ ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട്. റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സേവന സന്നദ്ധരായ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാവുന്ന മേഖലകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, ജൂനിയർ റെഡ് ക്രോസ് എന്നിവ. ഇത്തരം സന്നദ്ധ സേവ സംഘടനകളിൽ നിങ്ങളും ചേരുമല്ലോ. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത് എത്ര വലിയ കാര്യമാണ്. ഇത് നമുക്ക് ചെറിയ കുട്ടികളാണല്ലോ, 5ാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ, അവർക്ക് ഇതിനുള്ളൊരു ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി മൊഡ്യൂളിൽ തന്നെ നമുക്കുള്ള 7ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്ററും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായ ആസിഡുകളും ആൽക്കലികളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ 3ാം അധ്യായമായ ആസിഡുകളും ആൽക്കലിയും. ഇനി നമുക്ക് 7ാം ക്ലാസ്സിലെ 10ാം അധ്യായം ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. പിന്നീട് നമുക്ക് 8ാം ക്ലാസ്സിലെ 2 അധ്യായവും 9ലെയും 10ലെയും ഓരോ അധ്യായങ്ങളാണ് ഈ മൊഡ്യൂളിൽ ആകെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ്. ഇന്നലെ മാജിക് കാണാൻ പോയി. മജീഷ്യൻ ബോർഡിൽ ഒരു വെള്ള കടലാസ് ഒട്ടിച്ചു. ഒരു തുവാലയെടുത്ത് ബോർഡ് പതുക്കെ തുടച്ചു. അത്ഭുതം, ബോർഡിൽ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നു. അപ്പോൾ ഇതൊരു രാസപ്രവർത്തനമാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്കൊരു പരീക്ഷണം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്.
പൂക്കൾ പ്രത്യക്ഷപ്പെടുന്ന ചെടി അതൊരു മാജിക്കായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നമുക്ക് കുട്ടികൾക്കുള്ള ഒരു പ്രവർത്തനമാണ്. നാരങ്ങ നീരൊക്കെ വെച്ചുകൊണ്ട് ചെമ്പരത്തിപ്പൂവ് ഒരു വൈറ്റ് പേപ്പറിൽ വരച്ചിട്ട് അതുകൊണ്ട് തുടച്ചാൽ അവിടെ പൂക്കൾ തെളിഞ്ഞു വരുന്ന ഒരു പരീക്ഷണം. ഇനി ഇവിടെ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറിൽ ഇരുവശത്തും എന്ത് ചെയ്യുക, ചെമ്പരത്തി പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. പേപ്പർ ഉണക്കിയെടുത്ത ശേഷം എന്ത് ചെയ്യുക, പറ്റി പിടിച്ചിരിക്കുന്ന പൂവിൻ്റെ അംശങ്ങൾ നീക്കം ചെയ്യുക. കത്രിക ഉപയോഗിച്ച് പേപ്പർ വീതി കുറഞ്ഞതും നീളം കൂടിയതുമായ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതിനെയാണ് ചെമ്പരത്തി പേപ്പർ എന്ന് നമുക്ക് വിളിക്കാം. ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കുന്ന വിധമാണ് ഇത്. പരീക്ഷണങ്ങളിൽ നടത്താനാണ്. ലിറ്റ്മസ് പേപ്പർ. ചെമ്പരത്തി പേപ്പർ പോലെ ലബോറട്ടറിയിൽ സാധാരണയായി ഉപയോഗിക്കുന്നതാണിത് ലിറ്റ്മസ് പേപ്പർ. ഇവ ചുവപ്പ് നീല നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന പേപ്പറുകളാണിത് ലിറ്റ്മസ് പേപ്പർ. 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത്. നീല നിറവും ചുവപ്പ് നിറവും. നീല, ചുവപ്പ് എന്നീ 2 നിറങ്ങളുള്ള ലിറ്റ്മസ് പേപ്പറാണ് എന്ത് ലാബുകളിൽ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ പരീക്ഷണങ്ങൾ ചെയ്യാനാണ് അത് ചെയ്യുക. ഇനി എന്താണ് ആസിഡ് എന്നുള്ളത് നോക്കാം. നാരങ്ങ നീര്, മോര്, അതുപോലെ പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് ആയിരിക്കും. അപ്പോൾ ആസിഡിൽ മുക്കുമ്പോൾ ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യും, ചുവന്ന നിറത്തിലാവും. ആസിഡിൽ മുക്കുമ്പോൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവന്ന നിറം. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നത് ഏതാണ്, ആസിഡാണ്. അപ്പോൾ നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിലൊക്കെ എന്തുണ്ട്, ആസിഡുകൾ അല്ലെങ്കിൽ അമ്ലം അടങ്ങിയിരിക്കുന്നു. ആസിഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എപ്പോഴും ചുവപ്പ് നിറമായിരിക്കും. എല്ലാ ആസിഡുകൾക്കും എന്താണ്, പുളി രുചിയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ എന്താണ്, ശക്തി കുറഞ്ഞ ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ എന്താണ്, ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയ ആസിഡുകളാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകൾ. മറ്റേത് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി എന്നിവയിലൊക്കെ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, പുളി രുചി ഉള്ളവയാണ്. പക്ഷേ അതിൻ്റെ ശക്തി എന്തായിരിക്കും, ഇത് ശക്തിക്ക് കുറഞ്ഞ ആസിഡുകളാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ളത്. അപ്പോൾ ആസിഡുകൾ എന്താണെന്നുള്ളത്, ഏതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് നോക്കി ഇനി നമ്മളിത് എന്താണ്, നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡാണ്. ഇനി പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഭക്ഷ്യവസ്തുക്കളും അവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ഏതൊക്കെയെന്നുള്ളത്. ഭക്ഷ്യവസ്തുക്കളും അവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും. മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്, ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡ്. മോരിൽ ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്. പുളിയിലാണെങ്കിലോ ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. ആപ്പിളിലാണെങ്കിലോ മാലിക് ആസിഡ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ കോളം നോട്ട് ചെയ്ത് വെക്കുക. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരി അല്ലെങ്കിൽ നമ്മൾ സുർക്ക എന്നൊക്കെ പറയും, അതിലടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡാണ്. പുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. ആപ്പിളിൽ മാലിക് ആസിഡ്. ഒന്നും കൂടിയും പറയാം, അത്രയും പ്രധാനമായതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. മോരിൽ ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, ആപ്പിളിലാണെങ്കിൽ മാലിക് ആസിഡ്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിലും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ രാസവസ്തുക്കൾ, ലാബുകളിൽ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യരുതെന്നാണ്. രുചിച്ച് നോക്കരുത്, സ്പർശിക്കരുത്, മണത്ത് നോക്കരുത്, ശരീരത്തിൽ വീഴരുത്. കുപ്പിയിൽ നിന്ന് ആസിഡ് എടുക്കുമ്പോൾ ഡ്രോപ്പർ ഉപയോഗിക്കണം. ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണം. ഹോൾഡർ ഉപയോഗിച്ച് ടെസ്റ്റ് ട്യൂബ് പിടിക്കണം. അത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇവിടെ ഇനി ഹൈഡ്രജൻ ബലൂണിൻ്റെ നിർമ്മാണം, നേർപ്പിച്ച ആസിഡിൽ സിങ്ക് ഇട്ടുകൊണ്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നതാണ്. അത് ബലൂണിൽ നിറച്ച് ഹൈഡ്രജൻ ബലൂണാക്കുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി ഇവിടെ ഹൈഡ്രജൻ്റെ ആസിഡുകളും ലോഹങ്ങളും എന്നുള്ള ഭാഗത്ത് പറയുന്നത്, ആസിഡുകളിലെ ചില സവിശേഷതകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച
ക്ലോറിക് ആസിഡ് എടുത്ത് അല്പം എടുത്ത് ഒരു കഷ്ണം സിങ്ക് ഇട്ട് നോക്കൂ. അപ്പോൾ എന്താണ്, അവിടെ ഹൈഡ്രജൻ ലഭിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ആ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്യും. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. LGSരൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക, കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അതും ഹൈഡ്രജനാണ്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഒരു തീപ്പൊട്ടിക്കൊള്ളി കാണിച്ചു പോയാൽ ചെറിയൊരു ശബ്ദത്തോടു കൂടി അത് കത്തും. ഇനി ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാണ്? നമ്മൾ മുമ്പ് മൊഡ്യൂളിൽ ചർച്ച ചെയ്തതാണ്. ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയറാണ്. ലാവോസിയാണ് ഹൈഡ്രജന് പേര് നൽകിയത്. എന്നാൽ ഹൈഡ്രജൻ മൂലകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷാണ്. ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിപ്പിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി 16-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ്. അപ്പോൾ ഹൈഡ്രജൻ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡിഷാണ്. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയറാണ്. അതും കൂടി അനുബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലാവോസിയറാണ് എന്ത് ചെയ്തത്? ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടെത്തി. ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയറാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന വാക്കായ ഹൈഡ്രോജീൻ എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ ഉണ്ടായത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈഡ്രോജീൻ എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ ഉണ്ടായത്. ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ് എന്ത് ചെയ്തത്? ഹൈഡ്രജൻ കണ്ടെത്തിയത്. പേര് നൽകിയത് ലാവോസിയറാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി മുട്ടത്തോട് ആസിഡിൽ ഇവിടെ നമുക്കൊരു പരീക്ഷണം തന്നിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്ത് അതിൽ മുട്ടത്തോടിൻ്റെ കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിന് മുകളിൽ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് കാണിക്കൂ എന്താണ് സംഭവിക്കുന്നത് എന്ന്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് മൂലകം ഏതാണ്? കാൽസ്യം കാർബണേറ്റാണ്. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റാണ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? കാൽസ്യം കാർബണേറ്റാണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്നത്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കത്താൻ സഹായിക്കില്ല. തീ കെടുത്തുന്ന വാതകമാണെന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയൊക്കെ എന്താണ്? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയതാണ്. അപ്പോൾ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. കാർബണേറ്റ് എന്നുള്ള ഈ കോളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റാണ്. അപ്പോൾ കാർബണേറ്റുകൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അത് തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇനി നമുക്കും നിർമ്മിക്കാം ഒരു അഗ്നിശമനി എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്നിശമന യന്ത്രം ഉണ്ടാക്കുന്നത്, അതിൻ്റെ അഗ്നിശമനി ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കോഴിമുട്ടയുടെ മാജിക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരു ബീക്കറിനുള്ളിൽ എന്ത് ചെയ്യുക? കോഴിമുട്ട വെക്കുക. ബീക്കറിൽ നിറയെ വിനാഗിരി എടുക്കുക. കോഴിമുട്ട മുകളിലേക്ക് വന്ന ശേഷം താഴേക്ക് പോകുന്നു. ഈ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ബീക്കറിൽ നിറയെ വിനാഗിരി എടുത്ത് അതിലേക്ക് കോഴിമുട്ട ഇട്ടാൽ കോഴിമുട്ട മുകളിലേക്ക് വരും, അതുപോലെ താഴേക്ക് പോകും. ഈ പ്രവർത്തനം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. മുട്ടത്തോടിലെ കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. മുട്ടയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കോഴിമുട്ട ഉയരുന്നത്.
നമ്മൾ പറഞ്ഞു കാർബണേറ്റുകളുമായി ആസിഡ് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ മുട്ട അതിൽ പ്രവർത്തിക്കുമ്പോൾ മുട്ടത്തോടുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നിറയുമ്പോൾ ആണ് ഈ മുട്ട ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ഈ മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. അപ്പോൾ മുട്ട താഴേക്ക് വരും. അപ്പോൾ മുട്ട ഇങ്ങനെ പൊങ്ങി മുകളിലെത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. അപ്പോൾ വീണ്ടും മുട്ട താഴേക്ക് വരും. ഇതുകൊണ്ടാണ് ഈ സുർക്കയിൽ അല്ലെങ്കിൽ വിനാഗിരിയിൽ കോഴിമുട്ട ഇട്ട് വെച്ചാൽ അത് മുകളിലേക്ക് പോവും, താഴേക്ക് വരികയും ചെയ്യുന്നത്. അതിൽ കാർബണേറ്റുകളുമായി രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണമാണ്, ഒരു അഗ്നിശമനി നിർമ്മിക്കാനുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആവശ്യമായ വസ്തുക്കൾ വിനാഗിരി, അപ്പക്കാരം, പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ട്യൂബ്, മെഴുകുതിരി. പ്ലാസ്റ്റിക് ബോട്ടിൽ അടപ്പിൽ വായു കടക്കത്തക്ക വിധം ട്യൂബ് ഉറപ്പിക്കുക. ബോട്ടിൽ പകുതിയോളം വിനാഗിരി എടുക്കുക. ഒരു കടലാസിൽ അപ്പക്കാരം പൊതിയെടുത്ത് വിനാഗിരിയിലേക്ക് വീഴാത്ത വിധം ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ട്യൂബിൽ കെട്ടിത്തൂക്കുക. ബോട്ടിൽ നന്നായി അടക്കുക. ബോട്ടിൽ നന്നായി കുലുക്കി അപ്പക്കാരം വിനാഗിരിയിലേക്ക് വീഴാൻ അനുവദിക്കണം. ബോട്ടിലിൽ നിന്ന് വരുന്ന വാതകം കത്തുന്ന മെഴുകുതിരിയുടെ നേരെ പിടിക്കുക. എന്താണ് കാണുന്നത്? വിനാഗിരി അസറ്റിക് ആസിഡാണെന്ന് അറിയാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിനാഗിരി എന്താണ്? അസറ്റിക് ആസിഡാണ്. സോഡിയം ബൈകാർബണേറ്റാണ് അപ്പക്കാരം. ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാവുമല്ലോ. അഗ്നിശമനി പ്രവർത്തിക്കുന്നത് ഈ തത്വം ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പരീക്ഷണത്തിൽ നോട്ട് ചെയ്യേണ്ട 2 പോയിൻ്റാണ്. വിനാഗിരി എന്താണ്? അസറ്റിക് ആസിഡാണ്. അപ്പക്കാരമാണെങ്കിലോ സോഡിയം ബൈകാർബണേറ്റാണ് എന്ത്? അപ്പക്കാരം. അപ്പോൾ അപ്പക്കാരത്തിൻ്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റാണ്. വിനാഗിരി അസറ്റിക് ആസിഡാണ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. ഈ 2 പോയിൻ്റുകൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. അപ്പക്കാരത്തിൻ്റെയൊക്കെ രാസനാമം ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോഡിയം ബൈകാർബണേറ്റാണ് അപ്പക്കാരത്തിൻ്റെ രാസനാമം. അപ്പക്കാരം, അജിനാമോട്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അജിനാമോട്ടോയുടെ രാസനാമം എന്ന് പറഞ്ഞാൽ മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റാണ് അജിനാമോട്ടോയുടെ രാസനാമം. അപ്പക്കാരത്തിൻ്റെ ആണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്. നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പിന്നെ ആസിഡുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു. സിട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ഒക്കെ നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. ആ കോളം അത് നോട്ട് ചെയ്ത്. അപ്പോൾ വിനാഗിരിക്ക് അസിറ്റിക് ആസിഡാണ് വിനാഗിരിയുടെ രാസനാമം. ഇനി ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മളോട് നോക്കാനാണ്. ആസിഡിൻ്റെ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കും. ഇപ്പോൾ ചുവപ്പ് നിറമാണ്. രുചി ഉണ്ടോ ചോദിച്ചാൽ പുളി രുചിയാണ്. ലോഹങ്ങളുമായി പ്രവർത്തിക്കും. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. അപ്പോൾ ആസിഡുകളുടെ പ്രധാന സ്വഭാവങ്ങൾ എന്താണ്? ആസിഡിൽ ചുവപ്പ് നിറമായിരിക്കും ലിറ്റ്മസിൻ്റെ നിറം. അതേപോലെ രുചിയോ പുളി രുചിയായിരിക്കും. ലോഹങ്ങളുമായുള്ള പ്രവർത്തനം എങ്ങനെ? ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഉറുമ്പ് കടിക്കുമ്പോൾ അല്പം ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഇതാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഉറുമ്പ് കടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്പം ഫോർമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. ഇതാണെന്ത്? ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഉറുമ്പിൻ്റെ കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചാലും ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് എന്ന് ചോദിച്ചാലും ഫോർമിക് ആസിഡാണ്. ഉറുമ്പ് എമ്പോൾ ഫോർമിക് ആസിഡ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡാണ്. ഇനി ചുവന്ന ചെമ്പരത്തി പേപ്പർ. നമ്മൾ പറഞ്ഞു നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നത് ആസിഡാണ്. ആസിഡിൽ നീല ലിറ്റ്മസ് മുക്കിയാൽ അത് ചുവപ്പ് നിറം ആകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലിയെ കുറിച്ചാണ്. അതിലിവിടെ തന്നെ ചെമ്പരത്തി പേപ്പർ നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചെമ്പരത്തി പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, എല്ലാം നീല നിറമാണല്ലോ. നമുക്ക് ചുവപ്പ് നിറമുള്ള പേപ്പറുകൾ ആവശ്യമാണ്. എന്ത് ചെയ്യും? അങ്ങനെ നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആൽക്കലി ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നതാണെന്ത്? ആൽക്കലി. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറം ആസിഡാക്കുമ്പോൾ ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്നതാണെന്ത്? ആൽക്കലി. ആൽക്കലിയുടെ പ്രത്യേകത എന്താണ്? കാരരുചിയും അതേപോലെ വഴുവഴുപ്പും ഉള്ളവയുമായിരിക്കും. ആൽക്കലികൾ എന്തായിരിക്കും? എപ്പോഴും കാരരുചിയുള്ളതും വഴുവഴുപ്പുള്ളതും ആയിരിക്കും. വഴുവഴുപ്പ് എന്ന് പറയുമ്പോൾ സ്ലിമ്മി.
ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കും, അതുപോലെ കാരരുചിയായിരിക്കും, അതുപോലെ വഴുവഴുപ്പുള്ളതായിരിക്കും. ഇതാണ് ആൽക്കലിയുടെ പ്രത്യേകത. ചുണ്ണാമ്പ് വെള്ളം ആൽക്കലിക്ക് ഉദാഹരണമാണ്. ചുണ്ണാമ്പ് വെള്ളം ആൽക്കലിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആൽക്കലി എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ആൽക്കലികൾക്ക് മറ്റു ഉദാഹരണങ്ങളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ചുണ്ണാമ്പ് വെള്ളം. മറ്റ് ആൽക്കലികൾക്ക് ഉദാഹരണങ്ങളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി അഥവാ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. നമുക്ക് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ സമവാക്യം അല്ലെങ്കിൽ രാസനാമം ചോദിച്ചാൽ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനി അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ആൽക്കലിക്ക് ഉദാഹരണം. അപ്പോൾ ആൽക്കലിക്ക് ഉദാഹരണമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഈ 4 എന്താണ്? ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇനി ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ ചോദ്യം ഇങ്ങനെ വരിക: ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഏതിൻ്റെയാണ്? കാസ്റ്റിക് പൊട്ടാഷിൻ്റെയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അമോണിയ ഹൈഡ്രോക്സൈഡ് ലായനി ഏതാണ്? ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചതാണ്. അപ്പോൾ ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചതാണ് എന്ത്? അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ചുണ്ണാമ്പിൻ്റെ രാസനാമം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. പിന്നെ കാസ്റ്റിക് സോഡൻ്റെ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പ്രധാന പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. മുകളിലത്തെ രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആസിഡും ആൽക്കലികളും തിരിച്ചറിയാൻ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പേപ്പറും ഒക്കെയാണ്. അതുപോലെ വേറെ ഏതെങ്കിലും സസ്യഭാഗങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ തന്നിരിക്കുകയാണ്. മഞ്ഞൾ, മാവില, റോസ്, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോളം തന്നിട്ടുണ്ട്. ആ വസ്തു ഉപയോഗിച്ച് ആസിഡിലെ ആൽക്കലിയെ നിറങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ തന്നിരിക്കുകയാണ്. ഈ സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്, നിറം മാറ്റത്തിലൂടെ ആസിഡുകളുടെയും ആൽക്കലികളുടെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണെന്ത്? സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണെന്ത്? സൂചകങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട്, അതുപോലെ സസ്യഭാഗങ്ങളൊക്കെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കും. ലിറ്റ്മസ് പേപ്പറും എന്താണ്? ഒരു സൂചകമാണ്. അപ്പോൾ നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ സസ്യഭാഗങ്ങളൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണമാണ്, സൂചകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പറും സൂചകങ്ങൾക്ക് ഉദാഹരണമാണ്. അതൊരു സൂചകം തന്നെയാണ്. ഇനി ലബോറട്ടറിയിലെ സൂചകങ്ങൾ, ലിറ്റ്മസ് പേപ്പർ നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. അതുകൂടാതെ ഉപയോഗിക്കുന്ന മറ്റൊരു സൂചകമാണെന്ത്? ഫിനോപ്തലിനും എന്താണ്? നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകങ്ങളാണ്. അതിനുള്ള പരീക്ഷണങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഉപയോഗിച്ച വസ്തുവും ആസിഡിലെ നിറവും ആൽക്കലിയിലെ നിറവും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നമുക്ക് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം എന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം തന്നിരിക്കുന്നത്. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറം, ആൽക്കലിയിൽ നീല നിറമാണ്. മുളക് പൊടിയാണെങ്കിലോ ഇളം ചുവപ്പ് നിറം, ഇളം ചുവപ്പ്. അപ്പോൾ നമുക്ക് നീല ലിറ്റ്മസ് പേപ്പറിനെ സൂചകമായിട്ട് ഉപയോഗിക്കാം, മുളക് പൊടിയെ കഴിയില്ല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറോ ആസിഡിൽ ചുവപ്പ് നിറം, ആൽക്കലിയിൽ നീല നിറം. അപ്പോൾ നമുക്ക് ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ ഉപയോഗിക്കാം. ചെമ്പരത്തി പേപ്പറിനെയും കഴിയും. അതുപോലെ ഫിനോഫ്തലിൻ ആസിഡിൽ നിറമല്ല, ആൽക്കലിയിൽ പിങ്ക് നിറം. അപ്പോൾ നമുക്ക് ഫിനോഫ്തലിനെയും ഉപയോഗിക്കാൻ കഴിയും. വെള്ള പേപ്പറാണെങ്കിലോ രണ്ടിലും വെള്ളയാണ്, അപ്പോൾ അതിനെ നമുക്ക് സൂചകമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. കരിപ്പൊടിയാണെങ്കിലോ രണ്ടിലും കറുപ്പാണ്, അപ്പോൾ കരിപ്പൊടിയെ നമുക്ക് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. മീതൽ ഓറഞ്ച് ആണെങ്കിലോ ആസിഡിൽ ഇളം പിങ്കും ആൽക്കലിയിൽ ഇളം മഞ്ഞയുമാണ്, അപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കാം, സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഈ തുള്ളി നീലത്തിനാണെങ്കിൽ രണ്ടിലും നീലയാണ് ഉപയോഗിക്കാൻ കഴിയില്ല.
മഞ്ഞളിനെ നമുക്ക് സൂചകമായിട്ട് ഉപയോഗിക്കാം. കാരണം ആസിഡിൽ മഞ്ഞ നിറവും ആൽക്കലിയിൽ ചുവപ്പ് നിറമാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞളിനെയും നമുക്ക് എന്ത് ചെയ്യാം, സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് മഞ്ഞൾ, മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിന്, ചെമ്പരത്തി പേപ്പർ, അതേപോലെ ചുവപ്പ് നീല ലിറ്റ്മസ് പേപ്പർ. ഇത്രയും കാര്യങ്ങളെ നമുക്ക് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവയെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. സാർവിക സൂചകം, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. സാർവിക സൂചകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണെന്ത്? സാർവിക സൂചകം. ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രതയനുസരിച്ച് പല നിറങ്ങളും സാർവിക സൂചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. അപ്പോൾ പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണെന്ത്? സാർവിക സൂചകം. അപ്പോൾ നമ്മൾ ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രത അനുസരിച്ചുകൊണ്ട് പല നിറങ്ങളും എന്ത് ചെയ്യും? സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് എന്ത് ഇത് ആസിഡാണോ ആൽക്കലി ആണോ എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കളർ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മളത് പരീക്ഷണത്തിലൂടെ അത് കണ്ടെത്തുന്നത്. അപ്പോൾ സാർവിക സൂചകം എന്താണെന്നുള്ളത് നോക്കാം. ഇനി ആസിഡും ആൽക്കലിയും കൂടിച്ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പരീക്ഷണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് നിർവീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ. നിർവീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷനാണ് ആസിഡും ആൽക്കലിയും തമ്മിൽ ചേരുമ്പോൾ സംഭവിക്കുന്നത്. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണെന്ത്? നിർവീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രവർത്തനമാണെന്ത്? നിർവീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, ആസിഡ് പ്ലസ് ആൽക്കലി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ജലവും ലവണവും ഉണ്ടാകും. ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ചാൽ ജലവും ലവണവും ഉണ്ടാകും. അത് നിർവീര്യമായ ഒരു ലായനിയായി മാറും. അപ്പോൾ ഈ പ്രക്രിയയാണ് എന്ത്? നിർവീകരണം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ് pH വാല്യൂ അല്ലെങ്കിൽ pH മൂല്യം. pH വാല്യൂ അല്ലെങ്കിൽ pH മൂല്യം. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിന് pH പേപ്പർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ pH മൂല്യം അല്ലെങ്കിൽ pH പേപ്പർ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് എന്ത്? pH പേപ്പർ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ കണ്ടെത്താം? pH മൂല്യം 7 എന്നത് എന്താണ്? നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. pH മൂല്യം 7 എന്നത് എന്താണ്? നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. pH മൂല്യം 7 എന്നത് നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആസിഡിയോ ആൽക്കലിയോ അല്ല എന്നർത്ഥം. അപ്പോൾ നിർവീര്യ വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആസിഡുമല്ല ആൽക്കലിയുമല്ല. pH മൂല്യം 7 വരുന്നത് എപ്പോഴും എന്താണ്? നിർവീര്യ വസ്തുവായിരിക്കും, ആസിഡുമല്ല ആൽക്കലിയുമല്ല. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്താണ്? 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. എന്നാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 മുതൽ 7.5 വരെയാണ്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH മൂല്യം 6.5 മുതൽ 7 വരെയാണ്. ശുദ്ധജലത്തിൻ്റെ ആകുമ്പോൾ അത് pH മൂല്യം 7 ആണ്. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു നിർവീര്യം ആണ്, നിർവീര്യ ലായനിയാണ്. അത് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഒന്നും സ്വഭാവം ഉണ്ടാവില്ല. ഇനി pH മൂല്യം, അപ്പോൾ നിർവീര്യം എന്നുള്ളതിൻ്റെ pH മൂല്യമാണ് 7. അപ്പം ഈ 7ൽ താഴെയാണെങ്കിൽ എന്താണ്? അതിന് ആസിഡ് സ്വഭാവമായിരിക്കും. 7ൽ കൂടുതലാണെങ്കിൽ എന്താണ്? അതിന് ആൽക്കലിയുടെ സ്വഭാവമായിരിക്കും. അപ്പോൾ നമ്മൾ pH മൂല്യം എങ്ങനെയാണ് കണക്കാക്കുക? 7 pH മൂല്യത്തിൽ 7 എന്നതാണ് എന്താ? നിർവീര്യം എന്നുള്ളത്, നിർവീര്യ സ്വഭാവമാണ് pH മൂല്യം 7. 7ൽ താഴെയാണെങ്കിൽ എന്തായിരിക്കും? അത് ആസിഡിൻ്റെ സ്വഭാവമായിരിക്കും. 7ൽ മുകളിലാണെങ്കിലോ അത് ആൽക്കലിയുടെ സ്വഭാവമായിരിക്കും. pH സ്കെയിലിൽ 7 എന്നത് എന്താണ്? നിർവീര്യം ആണ്. നിർവീര്യമാണ് 7 എന്നുള്ളത്. അത് 7ൽ കൂടുതലാണെങ്കിൽ എന്താണ്? ആൽക്കലിയാണ്. 7ൽ കുറവാണെങ്കിൽ അത് ആസിഡാണ്. ഇതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ ഒന്നുകൂടി മനസ്സിലാവും. ഇപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. കുടിവെള്ളത്തിൻ്റെ ആണെങ്കിൽ 6.5 മുതൽ 7 വരെയാണ് pH മൂല്യം.
അപ്പോൾ ഇവിടെ നമുക്കറിയാം പി എച്ച് മൂല്യം 7 എന്താണ് നിർവീര്യമായിരിക്കും. 7ൽ താഴെയാണെങ്കിൽ അത് ആസിഡിൻ്റെ സ്വഭാവമായിരിക്കും. 7ൽ കൂടുതലാണെങ്കിൽ ആൽക്കലിയുടെ സ്വഭാവമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എച്ച് മൂല്യം. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ബേസ് അറിഞ്ഞിട്ടില്ലെന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പി എച്ച് മൂല്യം ഇത്ര അളവുള്ളതിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അത് ആസിഡാണോ ആൽക്കലിയാണോ എന്ന് ആദ്യം പി എച്ച് മൂല്യം നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് ചേർക്കേണ്ടത് നമ്മൾ കണ്ടെത്തണം. ആസിഡിൻ്റെ സ്വഭാവമാണെങ്കിൽ നമ്മൾ ആൽക്കലി ചേർക്കണം, ആൽക്കലിയുടെ സ്വഭാവമാണെങ്കിൽ നമ്മൾ ആസിഡ് ചേർക്കണം. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ പി എച്ച് മൂല്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ 7 പി എച്ച് മൂല്യം 7 എന്ന് പറഞ്ഞാൽ നിർവീര്യമാണ്. ആസിഡാണെങ്കിൽ 7ൽ താഴെയും ആൽക്കലി ആണെങ്കിൽ 7ൽ മുകളിലും. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മണ്ണിൻ്റെ പി എച്ച് കണ്ടെത്താനാണ്. ഒരു ഗ്ലാസ്സിൽ പകുതി വരെ മണ്ണെടുത്ത് മണ്ണ് മുങ്ങുന്നത് വരെ അതിലേക്ക് ജലം ഒഴിക്കുക, നന്നായി ഇളക്കുക. ഗ്ലാസ് ചെരിച്ച് വെച്ച് ഊറി വരുന്ന വെള്ളം ശേഖരിക്കുക. തെളിഞ്ഞ ശേഷം അതിൽ പി എച്ച് പേപ്പർ താഴ്ത്തുക. പി എച്ച് പേപ്പറിൻ്റെ നിറവ്യത്യാസം കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് മണ്ണിൻ്റെ പി എച്ച് കണ്ടെത്തൂ. അപ്പോൾ നമുക്കത് പരീക്ഷിക്കാൻ തന്നിരിക്കുകയാണ്. അടുത്തത് എന്താണ് അസിഡിറ്റി എന്നുള്ളത് നോക്കാം. അസിഡിറ്റി ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ആമാശയത്തിൽ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ശരിയായ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുക, അതുപോലെ വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, അതുപോലെ തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകും. ഇതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഗ്യാസ് ട്രബിൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിൽ ആമാശയത്തിൽ എന്ത് ചെയ്യും? ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കും. നമ്മൾ കറക്റ്റ് ആഹാരം കഴിക്കാതിരിക്കുക, ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, അതുപോലെ വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, അതുപോലെ തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക എന്നിവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആമാശയത്തിൽ ഉണ്ടാകുന്ന ആസിഡിൻ്റെ അളവ് കൂടും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഡോക്ടർമാർ എന്താ ചെയ്യുക? ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർക്ക് ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആൽക്കലി അവിടെ അടങ്ങിയ മരുന്നുകൾ പ്രവർത്തിക്കുമ്പോഴാണ് അത് ന്യൂട്രലൈസായി പോവുക, നിർവീകരിച്ച് പോവുക. ഇനി നമ്മൾ ആസിഡുകൾ അതിൻ്റെ ഉപയോഗങ്ങളാണ് കോളത്തിൽ തന്നിട്ടുള്ളത്, പ്രധാനപ്പെട്ട തന്നെയാണ്. വിനാഗിരി നമ്മൾ എന്ത് ചെയ്യും? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നു. വിനാഗിരി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ആണെങ്കിലോ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. അതേപോലെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് നമ്മൾ രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ രാസവളത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. രാസവളങ്ങളുടെ നിർമ്മാണത്തിന്, പെയിൻറ്റിൻ്റെയൊക്കെ നിർമ്മാണത്തിന്, ഡൈ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. അതുപോലെ മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. മഷി, അതുപോലെ തുകൽ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ടാനിക് ആസിഡ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ടാനിക് ആസിഡ്. ഒന്നുകൂടിയും പറയാം. വിനാഗിരി നമുക്കറിയാം അച്ചാറുകളും മറ്റു ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കും. അപ്പോൾ അത് നമുക്കറിയാം, അത് കുഴപ്പമില്ല. പക്ഷേ സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, അതേപോലെ പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്? സിട്രിക് ആസിഡ്. ഇനി രാസവളം, പെയിൻറ്റ്, ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. സൾഫ്യൂരിക് ആസിഡ് മറ്റൊരിടത്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, നോട്ട് ചെയ്ത് വെക്കുക. ആൽക്കലി ഉപയോഗിക്കുന്നത് സോപ്പ് നിർമ്മാണം,
അപ്പോൾ ആസിഡുകൾ ഉപയോഗം നമ്മൾ പറഞ്ഞു. ഇനി ആൽക്കലികൾ ഉപയോഗിക്കുന്നത് സോപ്പ് നിർമ്മാണം, അതേപോലെ ഡിറ്റർജൻറ്റ്, സെറാമിക് എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അതേപോലെ മലിനജല ശുദ്ധീകരണത്തിന് നമ്മൾ എന്ത് ചെയ്യും? ആൽക്കലികൾ ഉപയോഗിക്കും. അപ്പോൾ ആൽക്കലികൾ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഒന്ന് സോപ്പ് നിർമ്മാണം, അതുപോലെ ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, അതുപോലെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. മലിനജല ശുദ്ധീകരണത്തിനും നമ്മൾ എന്ത് ചെയ്യും? ആൽക്കലികൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ നിത്യജീവിതത്തിൽ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഉപയോഗമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്കിവിടെ സോപ്പ് നിർമ്മിക്കാനാണ് പറയുന്നത്, സോപ്പ് നിർമ്മാണം. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? ആൽക്കലിയാണ്. ഇവിടെ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ എന്താണ്? ആൽക്കലിയാണ്. സോപ്പ് നിർമ്മിക്കാനാണ് ഇവിടെ നമുക്ക് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇവൻ്റെ പഠന പ്രവർത്തനങ്ങളിൽ ഉള്ള ചോദ്യം നോക്കാം. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആൽക്കലിയാണ്. അപ്പോൾ ആസിഡ് സ്വഭാവമുള്ള മണ്ണിലാണ് എന്ത്? നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്ന pH മൂല്യം നോക്കി കുമ്മായം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലിയാണ്. അപ്പോൾ ആസിഡ് സ്വഭാവമുള്ള മണ്ണിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. അങ്ങനെയാണ് ഈ താഴെ തന്ന pH മൂല്യം നോക്കിയാൽ ആസിഡ് സ്വഭാവമുള്ള മണ്ണ് ഏതാണ്? ഒന്ന് പറയൂ, നോക്കൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5. pH മൂല്യം 5, അതായത് 7ൽ താഴെ വരുന്നതാണ് ആസിഡ് സ്വഭാവം കാണിക്കുന്നത്. pH മൂല്യം 7ൽ താഴെ ആസിഡും 7ൽ മുകളിൽ ആൽക്കലിയുമാണ്. അപ്പോൾ ഓപ്ഷൻ ബിയിലെ മണ്ണിലാണ് നമ്മളെന്ത്? ആൽക്കലിയായ കുമ്മായം ചേർത്ത് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്. ഇനി മാജിക്കുകാരൻ വെള്ളക്കടലാസിൽ തൂവാല കൊണ്ട് തുടച്ചപ്പോൾ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു. അയാൾ ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? വിനാഗിരി, മഞ്ഞളാണ് ഉത്തരം. അത് രണ്ടും ഉപയോഗിച്ചാൽ അങ്ങനെ വരും. സോപ്പ്, ചെമ്പരത്തിപ്പൂവിൻ്റെ നീര്, മീഥൈൽ ഓറഞ്ച്, സൾഫ്യൂരിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, വിനാഗിരി, മഞ്ഞൾ. ഇനി തന്നിരിക്കുന്ന പട്ടികയിലെ വസ്തുക്കൾ ഉചിതമായ രീതിയിൽ തരംതിരിച്ച് ചെയ്യുക. ചുവന്ന ലിറ്റ്മസിൻ്റെ നിറം നീലയാക്കുന്നത് എന്താണ്? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ഏതാണ്? ആസിഡാണ് ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നത്. ആൽക്കലിയാണ് ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നത് ഏതാണ്? ആസിഡാണ്. അപ്പോൾ ഇതിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആസിഡും ആൽക്കലികളും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ കോളത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആസിഡ്, ആൽക്കലി എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമായിട്ടും നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ലിറ്റ്മസിൻ്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയുമാണ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.